യം അഗ്നയേ നമ. എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. നമ്മളിന്ന് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളെ പറ്റിയും 2025 ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന് അഗ്നി സിദ്ധാന്തപ്രകാരം നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഉത്രട്ടാതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിലെ 26ാമത്തെ നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ നമ്മൾ 4 പാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാം പാദം 333 ഡിഗ്രി മുതൽ 336 ഡിഗ്രി വരെ മീനം രാശി സൂര്യൻ ഭരിക്കുന്ന പാദമാണ്. ഈ ഒന്നാം പാദത്തിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നേട്ടം ഉണ്ടാക്കുന്ന നക്ഷത്രക്കാരാണ്. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വളരെയേറെ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സ്വഭാവ സവിശേഷതകൾ ഇവർക്കുണ്ടാകും. പെട്ടെന്ന് ഇവർക്ക് ഉയർച്ചകളുണ്ടാകും. രണ്ടാം പാദം 336 ഡിഗ്രി മുതൽ 340 ഡിഗ്രി വരെ മീനം രാശി ഭരിക്കുന്ന ഗ്രഹം ബുധനാണ്. ബുധൻ്റെ ഒരു റേഡിയേഷൻ ഈ രണ്ടാം പാദക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും വിശകലനം ചെയ്യുക എന്ന ഒരു സ്വഭാവ സവിശേഷത രണ്ടാം പാദക്കാർക്ക് ഉണ്ടാവും. മൂന്നാം പാദം 340 ഡിഗ്രി മുതൽ 343 ഡിഗ്രി വരെ മീനം രാശി ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ്. ശുക്രൻ്റേതായ റേഡിയേഷൻ ഈ മൂന്നാം പാദക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ സ്വഭാവം ഐക്യതയാണ് ഇവരുടെ സ്വഭാവം. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കാനും എല്ലാ ആൾക്കാരുമായിട്ടും ഐക്യതയോടുകൂടി പോകാനും ഒക്കെ ഈ മൂന്നാം പാദം നക്ഷത്രക്കാർ അവരുടെ സ്വഭാവ സവിശേഷതയാണ്. നാലാം പാദം 343 ഡിഗ്രി മുതൽ 346 ഡിഗ്രി വരെ ഭരിക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. അവരുടെ സ്വഭാവം തീവ്രതയായിട്ടുള്ളൊരു സ്വഭാവമാണ്. തീവ്രത എന്ന് പറഞ്ഞാൽ ശക്തി, എല്ലാ കാര്യങ്ങളെയും ശക്തിയായിട്ട് ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ആയിരിക്കും. ഒന്നുകിൽ മാനസികമായിട്ടുള്ള ശക്തി ഉണ്ടാവുക, അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ നല്ല ശക്തി ഉണ്ടാവുക. ഈ ഒരു സ്വഭാവ സവിശേഷതകൾ ഇവർക്കുണ്ടാവും. ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ജലപ്പാമ്പെന്ന് പറയും. ജലത്തിലൊക്കെ വസിക്കുന്ന പാമ്പുകൾക്കൊക്കെയും ഈ ഒരു റേഡിയേഷൻസ് ഉണ്ട്. കട്ടിലിൻ്റെ കാല്, അതുപോലെ തന്നെ ചന്ദ്രദോഷമുള്ള ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി. ഹോട്ടലുമായി ബന്ധമുള്ള കാര്യങ്ങൾ, ഭക്ഷണങ്ങൾ, അതുപോലെ ഈ അഭിഷേകം തുടങ്ങിയ കാര്യങ്ങൾ, വിഭൂതി മീൻസ് ഭസ്മം, ദാനം ചെയ്യുക, വടക്ക് ദിക്ക്, പശു, യന്ത്രങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ, ആരൂഢം, അശ്വാരൂഢം, അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ, ആണി, മരങ്ങളിൽ വേപ്പ് മരം, രുദ്രാക്ഷം, 7 മുഖമുള്ള രുദ്രാക്ഷം, അതുപോലെ ഈ പർപ്പിൾ കളറ്, ബ്ലൂ സഫയർ, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസ് ഉണ്ടാവും. ഇവർക്ക് ഗവൺമെൻറ് ജോലികളൊക്കെ കിട്ടാൻ പൊതുവെ സാധ്യതകളുള്ള നക്ഷത്രക്കാരാണ്. ഗവൺമെൻറ് ജോലികളിലൊക്കെ ബന്ധമുള്ള നക്ഷത്രങ്ങളാവും. അതുപോലെ തന്നെ ഈ പാട്ടങ്ങളൊക്കെ എടുക്കുക, പാട്ടം മീൻസ് ലീസിനൊക്കെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. ലക്ഷ്മി ദേവിയുമായും ബന്ധമുള്ള നക്ഷത്രമാണ് ഉത്രട്ടാതി. അതുപോലെ തന്നെ ഈ
ഈ ലഡ് തുടങ്ങിയ കാര്യങ്ങൾ, പാല്, തൈര്, മോര്, തുളസിച്ചെടി, ഇതൊക്കെ ഈ നക്ഷത്രമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ പിറന്ന ആളുകളുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ അവർ വസിക്കുന്നിടത്തൊക്കെ തുളസി കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നര ഒരു സാധ്യതയുണ്ട്, പെട്ടെന്ന് നരയ്ക്കുക. അതുപോലെ തന്നെ കുബേരനുമായി ബന്ധമുള്ള നക്ഷത്രമാണ്. പിന്നെ ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉറക്കം തൂക്കം ഉണ്ടാവുന്നതാണ്. ഉറക്കത്തിന് പ്രശ്നങ്ങളുണ്ടാവുക, രാത്രി അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പകൽ ഉറക്കം തൂങ്ങുക, ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ. അതുപോലെ തന്നെ ജയിൽ, വിലങ്ങ്, ഇതുമായിട്ടൊക്കെ ബന്ധമുള്ള നക്ഷത്രമാണ് ഉത്രട്ടാതി. ജയിൽവാസം അനുഭവിക്കുക, ജയിലിൽ കയറേണ്ടതായിട്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പറയാം. അതുപോലെ തന്നെ ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ നേർച്ചപ്പെട്ടി തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ റേഡിയേഷൻസാണ്. ചെരുപ്പ് ഇതിൻ്റെ റേഡിയേഷൻസാണ്. കണങ്കാല്, അതായത് മുട്ടിന് താഴോട്ടുള്ള ആ ഭാഗങ്ങളൊക്കെയും കാല് ഭാഗങ്ങളൊക്കെയും ഇതിൻ്റെ റേഡിയേഷൻസാണ്. മിഷനറിയുമായി ബന്ധമുള്ള കാര്യങ്ങൾ, എൻജിനീയറിംഗ് മേഖല, മിഷനുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഈ ഉത്രട്ടാതി നക്ഷത്രമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ താന്ത്രിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഉത്രട്ടാതിയായിട്ട് ബന്ധമുണ്ട്. പൂജകളൊക്കെയായിട്ടും ബന്ധമുണ്ട്. അതുപോലെ തന്നെ അയൽ നാടുകളുമായിട്ടൊക്കെയും ഈ നക്ഷത്രത്തിന് ബന്ധമുണ്ട്. നമ്മുടെ നാട് വിട്ടിട്ട് അയൽ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ആ നാടുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാം. പുളിയോടുള്ള താല്പര്യങ്ങൾ, പുളിയൊക്കെ ഈ ഒരു നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസാണ്. പിന്നെ പാപം നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും ഒക്കെ ഇതിന് ബന്ധമുണ്ടാവും. അതായത് പാപനാശങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, അല്ലെ അങ്ങനെയുള്ളതായ ബലിയിടുന്ന സ്ഥലങ്ങൾ, പുണ്യ നദികൾ, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളുമായിട്ടൊക്കെ, അല്ലെ ഇങ്ങനെയുള്ളതായ സ്ഥലങ്ങളുമായിട്ടൊക്കെയും ബന്ധങ്ങളുണ്ടാവും. പുണ്യക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ബന്ധം പറയുന്നു. അതുപോലെ തന്നെ ഈ നാടോടികളായിട്ടുള്ള ആളുകളും ഈ നക്ഷത്രമായിട്ട് ബന്ധമുണ്ട്. കച്ചവട നക്ഷത്രം കൂടെയാണ്, വ്യവസായ നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഈ പുറമ്പോക്കുമായുള്ള ബന്ധങ്ങൾ, ഈ നക്ഷത്രക്കാരൊക്കെ ഈ പുറമ്പോക്ക് ഭൂമിയോ അല്ലെ അങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുമായിട്ടൊക്കെ ഉള്ളൊരു കണക്ഷൻസ് ഈ നക്ഷത്രക്കാർക്കുണ്ടാകാം. വാടകയുമായി ബന്ധമുണ്ട്, അതായത് വാടക വീട്ടിൽ താമസിക്കുക, അല്ലെ വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളതായ ചില ബന്ധങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ട്. പിന്നെ വിജയ നക്ഷത്രം കൂടെയാണ്. ഇവർ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയം ഉണ്ടാകാവുന്ന ഒരു നക്ഷത്രം കൂടെയാണ്. പിന്നെ കാൽച്ചവിട്ടുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കാല് കൊണ്ട് ചവിട്ട് കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ, കാലിന് ഒക്കെയും ആരെങ്കിലുമൊക്കെ ചവിട്ടുകയോ അല്ലെ ചവിട്ട് കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാവാം. പിന്നെ വേപ്പുമായിട്ട് ബന്ധമുണ്ട്. വേപ്പ് മരവുമായിട്ടൊക്കെ ഈ നക്ഷത്രത്തിന് റേഡിയേഷൻസ് ഉണ്ട്. സന്യാസമായിട്ട് ഈ നക്ഷത്രത്തിന് റേഡിയേഷൻസ് ഉണ്ട്. അതുപോലെ എക്സ്പോർട്ട്, ഇമ്പോർട്ടിങ് തുടങ്ങിയ മേഖലയുമായി ബന്ധമുണ്ട്. എഴുത്തുകാർ, സംഗീതജ്ഞർ, യോഗ പരിശീലകർ, ബിസിനസ്സുകാർ, ക്യാരക്ടേഴ്സുകൾ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട് ഈ നക്ഷത്രത്തിന്. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ വിഭജനം സംഭവിക്കാവുന്ന നക്ഷത്രം കൂടെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെട്ട് പോവുക, അല്ലെങ്കിൽ അവരത്ര സംതൃപ്തിയില്ലാതെ അകന്ന് കഴിയേണ്ടതായിട്ട് വരിക, ഒരു ഭാര്യ അല്ലെങ്കിൽ ഭാര്യാഭർത്താവ് നമ്മളെ വിട്ടു പോവുക, അത് നാശം സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവിക്കാവുന്ന ആ ഒരു നക്ഷത്രമാണ് ഈ ഉത്രട്ടാതി നക്ഷത്രം. ഇതുമായിട്ടൊക്കെ ഈ ഉത്രട്ടാതി നക്ഷത്രത്തിന് ബന്ധമുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ഈ മേഖലയുമായിട്ടൊക്കെ ഒരു കണക്ഷൻസ് ഉണ്ടാകുമെന്ന. അതുപോലെ തന്നെ ഇവരുടെ കുടുംബവംശത്തിൽ 2 കല്യാണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർ തന്നെ 2 കല്യാണം കഴിക്കാൻ സാധ്യത പറയാം. അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിലും ഇങ്ങനെ 2 കല്യാണം സംഭവിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ഇവരുടെ കുടുംബത്തിലുണ്ടാവും.
പിന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഒരു കണ്ണിന് കാഴ്ച കുറയുക, അല്ലെങ്കിൽ ഒരു കണ്ണിന് ചെറിയ വലിപ്പം ഉണ്ടാവുക, വലിപ്പക്കുറവുണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉള്ളതായ കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കാർക്ക് പറയാം. പിന്നെ പാമ്പിൻ്റെ പുറ്റ്, ഇവർ വസിക്കുന്നിടത്തൊക്കെ ആണെങ്കിലും ഈ ചെതൽപ്പുറ്റ് അല്ലെ പാമ്പിൻ്റെ പുറ്റ് ഇതൊക്കെയും വരാനുള്ള സാധ്യതകളൊക്കെയും ഇവരുടെ ദേശത്തൊക്കെ ഉണ്ടാകുമെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്ണർഷിപ്പുമായിട്ട്, അതായത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ദുഃഖങ്ങൾ ഉണ്ടാകും. അതായത് ഭാര്യാഭർത്തൃ സന്തോഷത്തിന് കുറവുകൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടെയാണ് ഈ നക്ഷത്രം. പിന്നെ ഈ കാറിൻ്റെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ബ്രേക്കുമായിട്ടൊക്കെയും ഈ നക്ഷത്രത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹന സംബന്ധമായിട്ടൊക്കെ ഓടിക്കുന്നവരൊക്കെയും ഇത് വളരെ ശ്രദ്ധിക്കണമെന്നാണ്. ബ്രേക്ക് പൊട്ടുക, വണ്ടി മറിയുക, അല്ല വാഹന സംബന്ധമായിട്ടൊക്കെയുള്ള അപകടങ്ങളുണ്ടാവുക, ഇതൊക്കെയും ഇവർക്ക് സംഭവിക്കും. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവരൊക്കെയും വാഹനമൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വാഹനമൊക്കെ ഓടിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ സൈക്കിളിൻ്റെ പെഡലുമായിട്ടൊക്കെയും ഈ നക്ഷത്രത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ ചെറുപ്പകാലത്തിലോ അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ഇവർ സൈക്കിൾ ചവിട്ടി മറിഞ്ഞു വീണ് കാലൊടിയുക, അല്ലെങ്കിൽ അതിൻ്റെ പെഡൽ കൊണ്ട് കാല് മുറിയുക, അങ്ങനെയൊക്കെയുള്ള ആക്സിഡൻറ്റുകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാവുന്ന സാധ്യതകളൊക്കെ പറയാം. പിന്നെ ഇവർ പൊതുവെ എല്ലാ കാര്യങ്ങളും ഒരു സാവകാശം ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഒന്ന് പതുക്കെ ചിന്തിക്കുന്ന ആൾക്കാരെ, ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നവരായിരിക്കത്തില്ല, വളരെ പതുക്കെ ചിന്തിക്കുന്നവരായിരിക്കും. പിന്നെ ഇവർക്കൊരു ഡബിൾ മൈൻഡായിരിക്കും, 2 ചിന്തകളായിരിക്കും ഇവർക്കുണ്ടാകുന്നത്. ഒരു സ്വഭാവം ആയിരിക്കത്തില്ല വേറൊരു സമയത്ത് ഉണ്ടാകുന്നത്. ഡബിൾ മൈൻഡ് സ്വഭാവം ഇവർക്കുണ്ടാകുമെന്നാണ്. പിന്നെ ഇവരുടെ കാലിന് അപകടം പറ്റുമെന്നാണ്. മിക്കവാറും വലത്തെ കാലുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ കൂടുതലും സംഭവിക്കാനുള്ള സാധ്യതകൾ. പടിക്കെട്ടുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ പടിക്കെട്ടുള്ള ബന്ധങ്ങളെന്നൊക്കെ പറയുമ്പോൾ പടിയിൽ നമുക്ക് ഇറങ്ങിയ കാല് തട്ടുക, അല്ലെങ്കിൽ പടിയിൽ നിന്ന് കാല് തട്ടി വീഴുക, ഇങ്ങനെയൊക്കെയുള്ളതായ ചില വിഷയങ്ങളൊക്കെ ഇവർക്ക് പറയാം. അടുക്കളയുമായിട്ടും ഈ ഒരു നക്ഷത്രത്തിന് ബന്ധമുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം പാചകം ചെയ്യുന്നതുമായി ബന്ധമുള്ള കാര്യങ്ങൾ, അല്ലെ ഫുഡ് ഉണ്ടാക്കുന്നതിനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കിച്ചണുമായിട്ടൊക്കെയുള്ള കൂടുതൽ ബന്ധം ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതുപോലെ തന്നെ പലചരക്ക് വ്യാപാരികൾ, ഇതൊക്കെ വളരെ ബന്ധമുള്ള ഒരു നക്ഷത്രമാണ്. കുക്കിംഗ് മേഖലയിലൊക്കെ ഈ നക്ഷത്രക്കാർ വളരെയേറെ ശോഭിക്കും. പിന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ സ്വത്തുക്കൾക്ക് ബന്ധം കുറവായിരിക്കും. അതായത് പാരമ്പര്യത്തിലുള്ള സ്വത്തുകൾ കിട്ടാതെ വരിക, അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകളോ തർക്കങ്ങളോ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കുമെന്നുള്ള ഒരു സൂചനയുണ്ട്. പിന്നെ ഇവർക്ക് മൃഗമെന്ന് പറയുന്നത് കാമധേനുവിൻ്റെ നക്ഷത്രമാണ്. കാമധേനു, അതായത് കാമധേനു പശു, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടാകും. സ്വത്തുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇവരെപ്പോഴും പുതിയ കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. പഴയ കൂട്ടുകളിൽ നിന്നൊക്കെയും വിട്ട് പുതിയ പുതിയ കൂട്ടുകാരൊക്കെയും ഇവർക്ക് വന്നു ചേരുമെന്നുള്ള സൂചനകളുണ്ട്. പിന്നെ ഇവരുടെ കുടുംബത്തിലൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ അടുത്ത ആൾക്കാരോ ഒക്കെ ഈ വക്കീലന്മാരോ ജ്യോതിഷം പഠിക്കുന്നവരല്ല ജ്യോതിഷികളോ അല്ലെ അങ്ങനെയുള്ള സ്പിരിച്വാലിറ്റിയുമായിട്ടൊക്കെയുള്ള ഒരു കണക്ഷൻസ് ഇവർക്കൊക്കെ ഉണ്ടാകും. പിന്നെ അതൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരൊക്കെയും ഇവരുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അവരൊന്നും ഇത് വേണ്ട തരത്തിൽ വിനിയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കഴിവുള്ളവരാൾക്കാരാണ് കുടുംബത്തിലുണ്ടെങ്കിൽ പോലും അവർ ആ പ്രവർത്തനം ശക്തമായിരിക്കത്തില്ല. ഒരു ലോ ലെവലിൽ നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഇവരുടെ കുടുംബ ബന്ധുക്കൾക്കൊക്കെയും പറയാവുന്നതാണ്. പിന്നെ ഇവർക്ക് ഒരു കൂടെ നിൽക്കുന്ന ആൾക്കാരെ പൊതുവെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം പൊതുവെ കുറവായിരിക്കും. അതായത് കുടുംബ ജീവിതത്തിലാണെങ്കിൽ പോലും ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ പോലും ഈ നക്ഷത്രക്കാർ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറെ പൊതുവെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരെ പ്രശംസിക്കാനൊക്കെ പൊതുവെ ഒരു മടി കാണിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും. ചെയ്താൽ തന്നെ ഇത്രയേ ഉള്ളോ കാര്യമെന്നൊക്കെ ആ ഒരു സിമ്പിൾനെസ്സിൽ കാര്യങ്ങൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നമുക്ക് പറയണം. പിന്നെ ഒരു സ്വാർത്ഥ ചിന്താഗതിയുണ്ട്, തൻ്റെ എന്നുള്ള ഒരു സ്വഭാവ സവിശേഷതകൾ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്.
പിന്നെ പല കാര്യങ്ങളിലൂടെ ഇവർ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ഇവരെ പറ്റിച്ച് അല്ലെങ്കിൽ ഇവർക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങളൊക്കെയും സംഭവിക്കും. പിന്നെ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ ആർക്കും ജാമ്യം നിൽക്കാനായിട്ട് പോകരുതെന്നുള്ളതാണ്. ജാമ്യം നിൽക്കാൻ പോയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർക്ക് പണി കിട്ടും. കിഴക്ക് ദിക്കുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് കിഴക്ക് ദിക്കുകളിലോട്ടൊക്കെ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ കിഴക്ക് ദിക്ക് അഭിമുഖമായിട്ടൊക്കെയും വീട് നിർമ്മിക്കുക. ഏതെങ്കിലും യാത്ര പോകുന്ന സമയങ്ങളിൽ കിഴക്കോട്ടൊക്കെയും ഇറങ്ങി സഞ്ചരിക്കുക. കിഴക്ക് ദിക്കുകളിൽ ഒക്കെയും ജോലി ചെയ്യുക, അല്ലെങ്കിൽ വീടിൻ്റെ കിഴക്ക് ദിക്കുകളോട്ട് തിരിഞ്ഞിരുന്ന് കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഇവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവർക്ക് പൊതുവെ ഇവരുടെ ഭൂമി എന്ന് പറയുന്നത് പൊതുവെ ഒരു ദോഷം ഉണ്ടാകും. ഇവർ വീട് നിർമ്മിക്കുന്ന കാര്യങ്ങളോ സ്ഥലം മേടിക്കുന്ന കാര്യങ്ങളിലോ പൊതുവെ ഇവർക്ക് വാസ്തു പിഴയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഗൃഹനിർമ്മാണ കാര്യങ്ങളൊക്കെ ഇവർ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് പൊതുവെ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇടുപ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാലിന് തരിപ്പ് ഇത്യാദികളായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പറയണമെന്നാണ്. പിന്നെ സ്വന്തമായിട്ടൊക്കെയുള്ള ചില തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കാനൊക്കെ ആയിരിക്കും ഇവർക്ക് പൊതുവെ കുറച്ച് സാധ്യതകൾ കൂടുതൽ. സ്വയം തൊഴിലുകളൊക്കെയും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും പൊതുവെ. പിന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചായിരിക്കും ഇവരെപ്പോഴും പുറത്തോട്ടൊക്കെ ഇറങ്ങുക. അപ്പോൾ അതൊക്കെ ഇവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. പുറത്തോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ അവർ കുറച്ച് ധാരണങ്ങളിലൊക്കെ കുറച്ച് നിർബന്ധ ബുദ്ധികളൊക്കെയും ഒക്കെ ഉള്ള സ്വഭാവക്കാരായിരിക്കും ഇവർ. പിന്നെ ഇവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അതായത് സ്വന്തം കാര്യങ്ങൾക്ക് മടിയായിരിക്കും. എന്നാൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾക്ക് ഇവർ കുറച്ച് കൂടുതൽ ഉത്സാഹം കാണിക്കും. സഹോദരന്മാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിനകത്ത് അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവർ കാണിക്കും. എന്നാൽ ഈ സെയിം പാറ്റേൺ തന്നെ സ്വന്തം ജീവിതത്തിൽ ഇവർ അനുവർത്തിക്കാനായിട്ട് മടിയും കാണിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നക്ഷത്രക്കാർ. പിന്നെ ഈ നക്ഷത്രങ്ങൾക്ക് ഈ വെള്ളത്തിനോട് താല്പര്യം പൊതുവെ ഉണ്ടായിരിക്കും. വെള്ളം ധാരാളം കുടിക്കുക, ജല സഞ്ചാരങ്ങളൊക്കെ ചെയ്യുക, ഇതൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആയിരിക്കും. പിന്നെ ഇവർക്ക് എപ്പോഴും കൂടെ ഈ കഫക്കെട്ടുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കഫക്കെട്ട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ടും കാണുന്നുണ്ട്. പിന്നെ എന്ത് നിയമമാണോ ആ നിയമം പാലിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് കുറവായിരിക്കും. റൂൾസുകൾ കഴിവതും ഇവർ തെറ്റിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും സംഭവിക്കാനും സഞ്ചരിക്കാനും സാധ്യതകളുള്ളത്. ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അതുവഴി പോകേണ്ടാത്ത സ്ഥലമാണെങ്കിൽ ഒരു പക്ഷേ ഇവർ അതുവഴി തന്നെ കുത്തിക്കയറ്റിക്കൊണ്ട് പോകും. അങ്ങനത്തെയൊക്കെയുള്ളൊരു സ്വഭാവ സവിശേഷതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടുവരുന്നുണ്ട്. പിന്നെ കൂടെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മനപ്രയാസങ്ങളോ കാര്യങ്ങളോ ഇവരുടെ കൂടെ വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു വിഷമസ്ഥിതികൾ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നത് വളരെയേറെ ശ്രദ്ധിക്കും. മുമ്പേ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഒരു കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പിന്നെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായിട്ടും ഗ്യാസ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് പറയേണ്ടതായുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള വിഷമസ്ഥിതികൾ, പിന്നെ പല അന്വേഷണ താല്പര്യങ്ങളുണ്ടാകും. ഓരോ കാര്യങ്ങൾ അറിയാനും അതിനെപ്പറ്റി അന്വേഷിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവും താല്പര്യമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. യാത്ര ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമുള്ള നക്ഷത്രക്കാരായിരിക്കും. പുറം നാടുകളിലൊക്കെയും പോകും. അതായത് ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് സഞ്ചരിക്കാനുള്ള സാധ്യതകൾ, അവിടെയൊക്കെ ഒരു ജോലിയോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഉണ്ട്. പിന്നെ ഇവർ പൊതുവെ മാതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അമ്മയുമായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടെ എന്തെങ്കിലും പ്രയാസങ്ങളോ അമ്മയുമായിട്ട് വഴക്കുകളോ ഒരു മനസ്സുഖക്കേടുകളോ ഒക്കെ ഇവർക്ക് കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തൊക്കെ ഈ ഒരു സ്ത്രീകളൊക്കെ അമ്മയുടെ ഭരണങ്ങളൊക്കെ ഇവരുടെ കുടുംബത്തൊക്കെ ഉണ്ടാവും. അച്ഛനെക്കാട്ടിലും കൂടുതൽ ഒരുപക്ഷെ അവിടുത്തെ മാതാവിനായിരിക്കും കുറച്ച് കൂടുതൽ ആധിപത്യമൊക്കെ ഉണ്ടാകുന്നത്. ഇവരുടെ അമ്മയ്ക്കായിരിക്കും ഇവരുടെ കുടുംബത്തിലെ കൂടുതൽ കൺട്രോൾ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സ്വന്തം കാര്യത്തിലൊക്കെയും
കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഇവർക്ക് സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുമ്പോഴേക്കും അവർ വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യും. അതായത് ഇവരുടെ മേലുദ്യോഗസ്ഥരെ ഇവർ കൂടുതലായിട്ടും അനുസരിക്കുകയും അല്ലെ അവർ പറയുന്നത് കൃത്യമായിട്ട് ചെയ്യുവാനായിട്ടൊക്കെയും ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന നക്ഷത്രക്കാരായിരിക്കും. അപ്പോൾ അവർ പറയുന്നതിനകത്ത് കൂടുതൽ വാല്യൂ അവർ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്നെയും ഇവർക്ക് അവരിൽ നിന്നൊക്കെയുള്ള വിഷമങ്ങളുണ്ടാകും. ഇവരെ കൂടുതൽ കയറി ഭരിക്കുക, ഇവരെ വഴക്ക് പറയുക, മേലുദ്യോഗസ്ഥർ ഭരിക്കപ്പെടും ഇവരാൽ. ഇവർക്ക് ഭരണം ഉണ്ടാവും, ഇവർ ഭരണത്തിന് സ്വാധീനപ്പെടും, മറ്റുള്ള ആൾക്കാർ ഇവരെ ഭരിക്കും, ഇവരുടെ മുന്നിലുള്ള ആളുകൾ ഇവരെ കയറി ഭരിക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവർ പരമാവധി ആ ജോലികൾ ചെയ്ത് ഭംഗിയായി ജോലികൾ ചെയ്യാനായിട്ട് ഇവർ പരമാവധി ശ്രമിക്കും. പിന്നെ കഴിവതും ഇവർക്ക് ഒരു 50 വയസ്സ് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവർ പൊതുവെ ഒറ്റപ്പെട്ട് താമസിക്കാനുള്ള സാധ്യതകളൊക്കെ പറയും. അത് ബന്ധുജനങ്ങളിൽ നിന്നൊക്കെയും വിട്ടൊഴിഞ്ഞ് മാറുക, മക്കളിൽ നിന്നൊക്കെ ഒന്ന് മാറി, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ തനിച്ച് തന്നെ ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു കാര്യങ്ങളില്ലാതെ ഒറ്റയ്ക്ക് കഴിയാനുള്ളൊരു ടെൻഡൻസി ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഒറ്റപ്പെടാനുള്ളൊരു ടെൻഡൻസി ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവർ ഈ ജലങ്ങളൊക്കെ കൂടുതലും പാഴാക്കും. പ്രത്യേകിച്ച് കുളിക്കുന്ന കാര്യങ്ങളിനകത്തൊക്കെ അവർ കൂടുതലും ജലങ്ങളൊക്കെ ഉപയോഗിച്ചായിരിക്കും ഇവർ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ഇവർ അനാവശ്യമായിട്ട് പാഴാക്കുന്ന ഒരു സ്വഭാവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പറയണമെന്ന്. പിന്നെ പുതിയ കൂട്ടുകെട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടെ കൂടുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും വിട്ട് പുതിയ കൂട്ടുകെട്ടിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പഴയ കൂട്ടുകളിൽ നിന്നൊക്കെയും ഇവർ വിട്ടുപിരിഞ്ഞ് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ ഇവരുടെ പാരമ്പര്യത്തിലൊക്കെയും ഈ വൈദ്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെ ഒരു DNA ഒക്കെ ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പാരമ്പര്യത്തിലൊക്കെ ഈ ഡോക്ടർമാരോ അല്ലെങ്കിൽ എൻജിനീയറിങ്മാരോ നല്ല കഴിവുള്ള ആൾക്കാർ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ചില ആൾക്കാരൊക്കെയും ഇവരുടെ കുടുംബത്തൊക്കെയും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ചില ധനങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇത് പോവുകയും ചെയ്യും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പണങ്ങൾ, ഈ ലോട്ടറി അടിക്കുക അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ വരിക, എന്നാൽ അവർക്കത് പൂർണ്ണമായിട്ടും വിനിയോഗിക്കപ്പെടാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ അവർക്ക് നഷ്ടവും സംഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ മാന്ത്രിക താന്ത്രിക കാര്യങ്ങളിനകത്തൊക്കെ കുറച്ച് താല്പര്യവും അതൊക്കെ പഠിക്കുകയല്ലേ, ആ ഒരു ചിന്താഗതികളും അതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതകളുള്ള നക്ഷത്രക്കാരാണ്. പിന്നെ കാലിന്, കൈക്ക്, തലയ്ക്ക് ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ ഇവർക്ക് കൂടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നക്ഷത്രക്കാർ ഒന്നിനും ശ്രമിക്കരുത്. പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഇവർക്ക് ഉറപ്പായിട്ടും പണി കിട്ടിയിരിക്കും. പാർട്ട്ണർഷിപ്പ് പരാജയമാവുക, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ വളരെയേറെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. കഴിവതും പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊരു കാര്യവും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ആദ്യമേ ഒരു ജോലി ചെയ്യും, ആ ജോലി കളഞ്ഞതിന് ശേഷം ആയിരിക്കും ഇവർ വേറൊരു ജോലി ചെയ്തു. അങ്ങനെയായിരിക്കും ഇവരുടെ പൊതുവേ ഉള്ള ഒരു തൊഴിൽ മേഖലയിലുള്ള ഒരു സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെയും ധാരാളമായിട്ട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും ഇവരുടെ ബാല്യകാലം എന്നൊക്കെ പറയുന്നത്. ഒരുപാട് അനുഭവിക്കേണ്ട ഒരു നക്ഷത്രക്കാരാണ്. പിന്നെ ഇവരുടെ കുടുംബത്തിൽ തന്നെ ആണെങ്കിലും പാരമ്പര്യത്തിൽ 2 തലമുറകൾ വരിക, അതായത് 2 കല്യാണം കഴിച്ചിട്ടുള്ള ഒരു പാരമ്പര്യങ്ങളൊക്കെ ഇവരുടെ കുടുംബത്തുണ്ടാകുന്ന ഇവർക്ക് തന്നെ, ഈ നക്ഷത്രക്കാർക്ക് തന്നെയും പൊതുവേ 2 കല്യാണം കഴിക്കാനുള്ള സാധ്യതകളൊക്കെയും പറയാം. ഒരല്പം മടിയൊക്കെയും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുമെന്ന പറഞ്ഞാൽ, നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അവരത് പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കാനും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവർക്കൊരു സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഇവർക്ക് ആദ്യം തുടങ്ങുന്ന അക്കൗണ്ടിൽ ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ തന്നെയും ആദ്യമേ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങും. അങ്ങനെ തുടങ്ങിയാലൊക്കെ ആയിരിക്കും ഇവർക്ക് കുറച്ചുകൂടെ ധനം വരാനുള്ള വഴികളൊക്കെ ഉണ്ടാവുന്നത്.
ആദ്യം തുടങ്ങുന്ന അക്കൗണ്ടിനകത്ത് ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള ധന അഭിവൃദ്ധികൾ ഉണ്ടാവില്ല. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതുതായിട്ടൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ ധനവരവുകളൊക്കെയും ഈ നക്ഷത്രക്കാർക്ക് വരും. പിന്നെ ഇവരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്കൊക്കെ ഈ ഭരതനാട്യങ്ങളൊക്കെ പഠിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവരുടെ ബന്ധുക്കളോ അടുത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള കലാകാരന്മാരോ ഒക്കെ ആകും എന്നുള്ള ചില സാധ്യതകളൊക്കെ ഉണ്ട്. ഭരതനാട്യം പഠിക്കുക. പിന്നെ ഇവരുടെ എന്തെങ്കിലും നല്ല എൻഗേജ്മെൻറ്റ് സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. അതായത് കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റോ അല്ല ഇവരുടെ ബന്ധുക്കളുടെ ആണെങ്കിൽ തന്നെയും ഈ നിശ്ചയമോ എന്തെങ്കിലും ഉറപ്പിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, കാർത്തിക, മകയിരം, മകം, ഉത്രം, ചിത്തിര, മൂല, ഉത്രാടം, അവിട്ടം. ഇതൊക്കെ ഇവർക്ക് ദോഷങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരൊക്കെ ഇവർക്ക് പൊതുവേ ശത്രുക്കളായി തീരാനുള്ള സാധ്യതകളുണ്ട്. അത് കഴിവതും ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളൊക്കെ ഇവർ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവർക്ക് ഗുണപ്രദമായ നക്ഷത്രങ്ങളാണ് രേവതി, രോഹിണി, അനിഴം, തൃക്കേട്ട, തിരുവോണം, പൂരം, അത്തം, ചോതി, അത്തം, ചതയം, പൂരിട്ടാതി. ഈ നക്ഷത്രങ്ങളൊക്കെ ഇവർക്ക് ഗുണപ്രദമായ നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് ഇവർക്ക് പൊതുവെ നല്ലതായിരിക്കും. പിന്നെ 2025 ഈ വർഷം ഇവർക്ക് ഇങ്ങനെയുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴേക്കും നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണമെന്ന് പറയുന്നത് മീനം രാശിയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ആ നക്ഷത്രത്തിൽ ഗുളികൻ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രത്തിലാണ്. അതായത് 2025 ജനുവരി 1-ാം തീയതി ഉദയസമയത്ത് മീനം രാശിയിൽ ഗുളികൻ സ്ഥിതി ചെയ്യുന്ന സമയത്തിലാണ്, ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഗുളികൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇവർക്ക് അതിൻ്റേതായ ഒരു ദോഷങ്ങളുണ്ടാകും. ഇപ്പോൾ 2025 വർഷങ്ങൾ ഇവർ ശരിക്കിട്ടൊന്ന് വലയ്ക്കുന്ന ഒരു നക്ഷത്രമായിരിക്കും ഉത്രട്ടാതി. അപ്പം ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്നവർക്ക് വളരെയേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞരമ്പ് സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടും വയറ് സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെയും പലതരത്തിലുള്ള രോഗദുരിതങ്ങളുണ്ടാകും. കുടുംബ ബന്ധുക്കളിൽ നിന്നൊക്കെയും വളരെയേറെ ദോഷങ്ങളുണ്ടാവും. ജോലി ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിക്ത അനുഭവങ്ങളുണ്ടാവും. ജയിൽവാസം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഇവർക്ക് പറയേണ്ടതായിട്ടുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപകടങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെയും ഈ നക്ഷത്രക്കാർക്ക് ഈ 2025 കാലഘട്ടത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുവാനുള്ള ടെൻഡൻസികളുണ്ടാവും. പല ആൾക്കാർക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റി മരണപ്പെട്ടു പോകാനുള്ള സാധ്യതകളൊക്കെയും ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 2025 വർഷത്തിൽ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് 2025 എന്ന് പറയുന്ന വർഷം. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം, വഴിപാടുകൾ, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം, വഴിപാടുകൾ ഇത്യാദികളായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഈ 2025 വർഷക്കാലയളവിൽ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാഗക്ഷേത്രങ്ങളിൽ ഇവർ ശക്തിയാൽപരമുള്ള വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുകയും പൂജകളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവരെന്തെങ്കിലും ഒരു ദേഹരക്ഷ എന്തെങ്കിലും ഈ 2025 കാലഘട്ടത്തിൽ എഴുതിയിടുന്നതും ഇവരുടെ ആയുർദോഷമൊക്കെ മാറുന്നതിന് നല്ലതായിട്ടാണ് പറയേണ്ടതായിട്ടുള്ളത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് 2025 വർഷം. ഇത്രയും കാര്യങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്രത്തെ പറ്റി പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.